ഗൈസ് നമ്മുടെ Geestarന്റെ 100 വാട്ട് സബ്വൂഫർ ആംപ്ലിഫയർ GS100 സബ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പവർ സപ്ലൈ ആയിട്ട് നമ്മൾ അതിൻ്റെ കൂടുതൽ വന്നിട്ടുള്ള ആ ഒരു SMPS പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതിലെ ഈ സബിൻ്റെ ഔട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ഒരു MCB ടൈപ്പ് സബ്വൂഫർ ബോക്സ് ആണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കും. ഇനി നമുക്ക് സെൻറ്റർ 2 ചാനൽ പ്ലേ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു 2.1 ആംപ്ലിഫയർ ആണ്. അതിൽ 2 ചാനൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കണമെങ്കിൽ മനസ്സിലാവും. ഇവിടുന്ന് 2 ചാനൽ ഇവിടേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 2.1 ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സബ്വൂഫർ ഔട്ട് എടുത്തിട്ട് നമ്മൾ അതൊക്കെ അറിയാൻ പറ്റും. ഇവിടെ അതിൻ്റെ സബ്വൂഫർ ഔട്ട് ഉണ്ട്. സബ്വൂഫർ ഔട്ട് നമ്മൾ നേരെ ഈ ഒരു സബ്വൂഫർ ആംപ്ലിഫയർ Geestarന്റെ ആംപ്ലിഫയറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്കുള്ള പവർ സപ്ലൈ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്നുള്ളത്. കാരണം നമുക്ക് വിത്ത് സബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡ് ചാനൽ കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു അഡീഷണൽ ഒരു ആംപ്ലിഫയർ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് മ്യൂസിക് പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലെയർ യൂസ് ചെയ്തിട്ടുള്ളത്. Geestarന്റെ DSP ഡീകോഡറാണ്. ഇത് നമുക്ക് 5.1 ആയിട്ട് 2.1 ആയിട്ട് ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാം. 2.0 ആയിട്ട് സ്റ്റീരിയോ ആയിട്ട് ഔട്ട് എടുക്കാം. അതിൽ ഓപ്ഷൻസ് ഉണ്ട് റിമോട്ടിൽ. നമുക്കത് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5.1, 2.1, 2.0 അങ്ങനെ 3 ഓപ്ഷനിൽ നമുക്ക് എടുക്കാം. നമ്മൾ ഇവിടെ 2.1 ആയിട്ടാണ് ഇത് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ് ഇപ്പോൾ ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സബ്വൂഫറിൻ്റെ വോളിയം ലോയിൽ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബീറ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ സബ്വൂഫർ ഇല്ലാതെ ഈ ഒരു ആംപ്ലിഫയറിൽ മാത്രമാണ് വർക്ക് ചെയ്യണത്. ഈ സബ്വൂഫർ നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഇതിൻ്റെ വോളിയം കൂട്ടി നോക്കാം. ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു പഞ്ചാ വരുന്നത്. ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് വ്യത്യാസം നോക്കിക്കോളൂ. ഇനി നമുക്ക് ഈ സബ്വൂഫർ മാത്രമായിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ. ഇനി നമുക്ക് ബീറ്റുള്ളൊരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് കണ്ടോ, അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു ബാസ് തന്നെ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപയോഗിച്ച് നമുക്ക് വീട് കുലുക്കാം, വീട് പൊളിക്കാം എന്നൊന്നും തള്ളി മറിക്കുന്നില്ല. ഏകദേശം ഒരു 100 വാട്ട്സ് ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പഞ്ച് ബാസ് നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ സബ്വൂഫറിൻ്റെ ഒക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൗണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയി കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ വലിയ ഫെസിലിറ്റി ഒന്നുമില്ല, മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ എടുക്കുന്നത്. സോ അതിൻ്റെ മൈക്കിന് എത്രത്തോളം ലോ ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് കേൾക്കുമ്പോൾ അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത്, നന്നായിട്ട് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൊന്ന് എഴുതി അറിയിക്കുക. ഓക്കെ, നമ്മൾ ഈ ആംപ്ലിഫയർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടുള്ള സബ്വൂഫർ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ audioex-ന്റെ 10 ഇഞ്ച് സബ്വൂഫറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു സബ്വൂഫറിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. MCB ബോക്സ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റലായി ചെയ്താണ്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വർക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇത് പേഴ്സണലായിട്ട് ഞാൻ വീട്ടിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. ഇതൊരു ടേബിളായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം.
അതിന് പുറത്താണ് ഞാൻ ഈ ആംപ്ലിഫയർ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ Geestarന്റെ ഈ ഒരു സബ്വൂഫർ ആംപ്ലിഫയർ നമ്മളിപ്പോൾ ഒരു 10 ഇഞ്ച് സബ്വൂഫറിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇതൊരു 6 ഇഞ്ചോ 8 ഇഞ്ചോ സബ്വൂഫറിലൊക്കെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം പവർ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് വണ്ടികളിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു ആംപ്ലിഫയർ ആണ്. ഒരു 100 വാട്ട്സ് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. 100 വാട്ട്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ 100 വാട്ട്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ആംപ്ലിഫയർ ഭയങ്കര ഹീറ്റുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിലൊരു 50-60 വാട്ട്സൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള RMS ഔട്ട്പുട്ട് കിട്ടുക. ബാക്കിയൊക്കെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. ഇതിന് ഹീറ്റ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എഫിഷ്യൻസി തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. Geestarന്റെ ഈ GS100 സബ്വൂഫർ ആംപ്ലിഫയർ 3 മോഡൽ അവൈലബിൾ ആണ്. ആദ്യത്തെ മോഡൽ 12 വോൾട്ട് പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നതാണ്. അത് കാർ പോലെയുള്ള ചെറു വാഹനങ്ങളിൽ നമുക്ക് 12 വോൾട്ട് DC പവർ സപ്ലൈ ഉള്ളതിൽ ഡയറക്റ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ 24 വോൾട്ട് പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നതാണ് വരുന്നത്. അത് 24 വോൾട്ട് വർക്ക് ചെയ്യുന്ന വാഹനങ്ങളിലോ അല്ലെങ്കിൽ SMBS പോലെയുള്ള 24 വോൾട്ട് പവർ സപ്ലൈ യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ. ഇനി അടുത്ത മൂന്നാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ SMBS ഇൻബിൽഡ് ആയിട്ട് വന്നിട്ട് ഒരു ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ അതിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് AC-ലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നിങ്ങളുടെ സംശയം ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളതായിരിക്കും. ഇതിന് 24 വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന മോഡലിന് 1200 രൂപയാണ് കൊറിയർ ചാർജ് അടക്കമുള്ള വില വരുന്നത്. അതുപോലെ തന്നെ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതിന് 1300 രൂപയും. ഇനി 230 വോൾട്ട് AC-യിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന വിത്ത് SMBS ആയിട്ട് വരുന്ന മോഡലിന് 2150 രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വില വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള Geestarന്റെ സബ്വൂഫർ ആംപ്ലിഫയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 100 വാട്ട്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ Geestarന്റെ ഇത് DSP ഡീകോഡറാണ്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ എല്ലാം കൊടുത്ത് നമുക്ക് 5.1 ഒക്കെ പ്ലേ ചെയ്യാം. കൂടാതെ മ്യൂസിക് പ്ലെയറായിട്ട് പെൻഡ്രൈവ് കണക്ട് ചെയ്ത് നമ്മൾ പാട്ട് വയ്ക്കുന്ന രീതിയിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് മ്യൂസിക് പ്ലെയറായിട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ മ്യൂസിക് പ്ലെയറായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് 2.1, 2.0, 5.1 അങ്ങനെയുള്ള എല്ലാ സ്പെക്കിലും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു കിടിലൻ സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് എഴുതി അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെയും ഏവർക്കും ബൈ.